ഷൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് അർത്തുങ്കൽ പള്ളി വിസിറ്റിന് പോവുകയാണ്. ഇന്ന് അർത്തുങ്കൽ പള്ളിയിൽ പുണ്യാളൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിശ്വാസികളും അത് കാണാനായിട്ട് പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 4:50 താഴെ ഇറങ്ങുമ്പോൾ വെളുത്തച്ഛൻ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അറ്റൻഡൻസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ഞാനിന്ന്. ചില സാങ്കേതിക വിഷയങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5:45 ആയിരുന്നു. അപ്പോൾ വന്ന് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളങ്ങ് പോകാനുള്ള പരിപാടിയിൽ ഇപ്പം സ്റ്റാർട്ടപ്പാണ്. കൂടെ ഉണ്ടാവണം. ഞാൻ ഓൺ ദ വേയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൺവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. റോഡ് പണി എൻ്റെ പൊന്നോ, എന്തോരോ ട്രാഫിക്കാണോ. നമ്മളിപ്പോൾ ഇത് ചന്ദ്രൂര് അകത്തൂടി പൊയ്ക്കൊണ്ടിരിക്കുക. അതിനകത്ത് വഴികളിൽ മാറ്റി വിട്ടേക്കുക വണ്ടി. നമുക്ക് എന്താ ട്രാഫിക് എന്ന് ഒന്നും പറയാനില്ല. വിജിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ വാലെ പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളിന് ശേഷം ഇതുപോലൊരു നൈറ്റ് ഡ്രൈവ് നമ്മൾ എടുക്കണത്. ഈ കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉത്സവങ്ങളുടെ സീസണാണല്ലോ. ഉത്സവം, ഈ തോരണങ്ങളും കൊടിയൊക്കെ കാണുമ്പോൾ, കൊടി തോരണങ്ങൾ കാണുമ്പോൾ ശരിക്കും മനസ്സിന് ബാല്യകാലത്തിലേക്കുള്ളൊരു ചാട്ടാണ്. ഉത്സവമാണ്, സാംസ്കാരിക ഉത്സവം എന്ന് എഴുതിയാണ്. എന്താണേലും തിരുവാതിര കളി ഉണ്ട്. ഇറങ്ങി ഒന്ന് കളിച്ചാലോ? നിന്റെ തിരുവാതിര കണ്ട് ചിലപ്പോ സ്റ്റേജ് വേറെ കെട്ടേണ്ടി വരും. എന്തല്ലേ അങ്ങനെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഗായ്സ്. പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഗായ്സ്. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് നമ്മുടെ വളർച്ച. WHIനെ സംബന്ധിച്ച് ഊക്ക് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്ത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ ഈ ട്രാഫിക് ഒന്നും മാറിയിരുന്നെങ്കിൽ വണ്ടി വെടിക്കെട്ടായിട്ട് വിട്ടുപോകാൻ അതല്ലേ പറയാനുള്ളൂ. ഇതാണ് അവസ്ഥ. വരും കാല തലമുറയ്ക്ക് പറന്നു പോകാനായിട്ട് ആകാശപാത ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ കഷ്ടപ്പെട്ടോണ്ട് ഈ ഒരു വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി വെച്ച് ഇങ്ങനെ ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടല്ലേ നമുക്കിതൊക്കെ സഹിക്കാം, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഏകദേശം എത്താറായി. വളരെ അടുത്ത്. ഈ വഴികളിലൂടെയൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നു വന്നുകൊണ്ടിരുന്നതാണ്. ആ ഓർമ്മയൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു നെസ്റ്റ് ഫീൽ അടിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ആരെയും ഈ സമയത്ത് കാണാൻ പറ്റുന്നതൊന്നും തോന്നണില്ല. കണ്ടാലും നല്ല കാര്യം. രാവിലെയുള്ള വരവാ. അപ്പം അതിരാവിലെ വരുമ്പോഴത്തേക്ക് ഇത്രയും തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം ആദ്യമായിട്ടാണ് ഞാൻ എത്തണേ. ഈ പുണ്യാളൻ താഴെ ഇറങ്ങുന്ന ദിവസം. അല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ക്രൗഡ് കണ്ടിട്ട് നല്ല തിരക്കുണ്ടാവും. ഈ വൈകുന്നേര സമയങ്ങളിലാണല്ലോ എല്ലാവരും ഒന്ന് ഫ്രീ ആവണേ. അപ്പോൾ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ നമ്മളെത്തി. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക പള്ളിയിൽ. കുർബാനയാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പൊ വണ്ടി ഒന്ന് സേഫായി പാർക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, പാർക്കിങ്ങിലേക്കുള്ള യാത്രയാണ്. പാർക്ക് ചെയ്തിട്ട്
ഏകദേശം വീടെത്താറായി. നമ്മുടെ പള്ളിയിൽ നിന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാര്യം ഭയങ്കര ജനക്കൂട്ടമായിരുന്നു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വന്നിട്ട് വെറുതെ പട്ടി ഷോ ആണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും അർത്തുങ്കൽ പള്ളിയുടെ തിരുനാൾ ആശംസകൾ ഇതോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് WH യോ.